ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഖാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നക്കാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിൽ നിന്ന് അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇടാ ഞാൻ എന്ത് പഴിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശ് നോക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവൻ എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ചു. ചുപ്രയോ, ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെപ്പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചേനെ. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞുകൂടുക. പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കട. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ ഇങ്ങനത്തെ. സുധാര, പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്.